Hi dears, welcome back to our channel Adipth World. എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പോഹ ചിവിടയാണ്. നോർത്ത് ഇന്ത്യക്കാർ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണത്. കുട്ടികൾക്ക് കൊടുക്കാനും ദീപാവലിക്കും എല്ലാം അവരും ഉണ്ടാക്കും. വളരെ ഈസിയാണ്. ഇത് അവിലുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തിയുമാണ്. ഒരു മാസമൊക്കെ ഉണ്ടാക്കിയാൽ കേടാവാതെ ഇരുന്നോളും. നമുക്ക് 4 മണി പലഹാരമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പോഹ ചിവിടി ഉണ്ടാക്കുവാൻ ഈ കപ്പിൽ 2 കപ്പ് അവിലെടുക്കണം. നല്ല പേപ്പർ അവിലാണ് എടുക്കുന്നത് നല്ലത്. നമ്മുടെ മട്ടാരിയുടെ അവിലിനേക്കാളും വൈറ്റ് അവിൽ എടുക്കുമ്പോഴാണ് അത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് വറുത്തെടുക്കണം. പോഹ ചിവിട ഉണ്ടാക്കുവാൻ 2 തരത്തിൽ നമുക്ക് അവില് വറുത്തെടുക്കാൻ പറ്റും. ഇതുപോലുള്ള പാത്രം, അല്ല എങ്കിൽ ഇതുപോലുള്ള പാത്രം, അതും അല്ലെങ്കിൽ ഹോളുള്ള ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കണം. കാണിച്ചു തരാം അത് എങ്ങനെയാണെന്ന്. ഈ പാത്രത്തിലേക്ക് കുറച്ച് അവിലെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ആയി കഴിയും. അങ്ങനെ എടുത്തിട്ട് നേരെ ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുകയാണ് ചെയ്യേണ്ടത്. വറുത്തെടുത്ത അവില് ഒരു ടിഷ്യൂയിൽ വെച്ചിട്ടുണ്ട്. അത് തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും. നല്ല ടേസ്റ്റാണ്. ഇനി എണ്ണയില്ലാതെ അവിലെങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. വളരെ കുറച്ച് എണ്ണ വേണ്ടി വരും. വളരെ 1 ടീസ്പൂൺ 2 ടീസ്പൂൺ അത്രയേ വേണ്ടി വരുള്ളൂ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കടായി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടില്ല. 2 കപ്പ് അവില് വറുത്തെടുക്കുകയാണ്. ഇങ്ങനെ എല്ലാവർക്കും അറിയാമായിരിക്കും ഓയിലില്ലാതെ എങ്ങനെയാണ് അവില് വറുത്തെടുക്കേണ്ടതെന്ന്. അതൊരു ക്രിസ്പി ആവുന്നവരെ നമുക്ക് വറുത്തെടുക്കണം. കനം കുറഞ്ഞ അവിലായതുകൊണ്ട് പെട്ടെന്ന് ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. കടായിൽ ഓയിലൊഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് കപ്പലണ്ടി ഇട്ട് വറുത്തെടുക്കാം. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. ഇതൊരു നോർത്ത് ഇന്ത്യക്കാരുണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ സൺഫ്ലവർ ഓയിലോ മറ്റു ഓയിലുകൾ ഉപയോഗിക്കുകയാണ് നല്ലത്. ആയിട്ടുണ്ട്, എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് വീണ്ടും വറുത്തെടുക്കാം. ആയിക്കഴിഞ്ഞു, വറുത്ത് കൊരാം. ഇനി വറുത്തെടുക്കേണ്ടത് കുറച്ച് നാളികേരം ഇങ്ങനെ പീസാക്കി എടുത്തത്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തത്. ഓയിൽ നല്ല ചൂടായ കാരണം പെട്ടെന്ന് തന്നെ ആയിക്കഴിഞ്ഞു. വറുത്തെടുക്കും. എടുക്കുകയാണ്. ഇനി വറുത്തെടുക്കേണ്ടത് 1/4 കപ്പ് പൊട്ടുകടല. അതും 1 മിനിറ്റ് കൊണ്ട് തന്നെ, ഓയിൽ നല്ല ചൂടാണല്ലോ, 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ആയിക്കഴിഞ്ഞു, കോരിയെടുക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് കുറച്ച് കിസ്മിസ്. കിസ്മിസിന് ഓയിൽ ചൂടായ കാരണം ആയി കഴിഞ്ഞു. എടുക്കാം നമുക്ക്. ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി നുറുക്കിയത് ഇടാണ്. അതിൻ്റെ കൂടെ 2 ചെറിയ അല്ലി വെളുത്തുള്ളി നുറുക്കിയത്. അത് ഓപ്ഷനിലാണ്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട.
നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മുളകും വെളുത്തുള്ളിയും വാടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്, ഒരു പിഞ്ച് കായം, പിന്നെ ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പില. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവിൽ ചേർക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇതാ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിർബന്ധമില്ല, നിങ്ങൾക്ക് മധുരത്തിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ലെങ്കിൽ ചെയ്യേണ്ട. നമുക്ക് കിസ്മിസ് ചേർത്തിട്ടുണ്ടല്ലോ, ഇത് കഴിക്കുമ്പോൾ ചെറിയ മധുരം നമുക്ക് തോന്നും. ഇതാ നമ്മുടെ പോഹ ചിവിട റെഡി. ഇതാ നമ്മുടെ പോഹ ചിവിട റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ വേറൊരു തരത്തിൽ അവിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ചിവിടി ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഓയിലിൽ വറുത്തെടുക്കാത്ത അവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതിന് വേണ്ട സാധനങ്ങൾ ഒന്നും കൂടി പറയാം. താങ്ക് യു. പോഹ ചിവിട ഉണ്ടാക്കുവാൻ 2 കപ്പ് വെളുത്ത അവില്, അതായത് കനം കുറഞ്ഞ് വെളുത്ത അവില് എടുക്കണം. പിന്നെ വേണ്ടത് 1/4 കപ്പ് കപ്പലണ്ടി, 1/4 കപ്പ് പൊട്ടുകടല, 3-4 കാഷ്യൂനട്ട്, കുറച്ച് കിസ്മിസ്, 2 ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. അത് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലും കുറവ് വേണ്ടവർക്ക് കുറവും. അതുകൂടാതെ 2 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായി നുറുക്കിയത്. ഇതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. പിന്നെ വേണ്ടത് കറിവേപ്പില, ഒരു പിഞ്ച് കായം, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് നാളികേരം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തത്. ഇത്രയും സാധനങ്ങളാണ് പോഹ ചിവിട ഉണ്ടാക്കുവാൻ വേണ്ടത്. പിന്നെ ഉപ്പും ഓയിലും.